ഹലോ, നമ്മുടെ അമ്മമാരൊക്കെ ബാംഗ്ലൂർ വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തായാലും ഒരു റെസ്റ്റോ ബാറിൽ പോകണ്ടേ. അപ്പം അങ്ങനെ നമ്മൾ പോയതാണ് ലോങ് ബോട്ട്. മാർത്തഹള്ളിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വന്നത്. അപ്പോൾ നമ്മൾ പോയ ടൈം ഒരു 7 മണി 8 മണി ടൈമിലൊക്കെ ആയിരുന്നു. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ അവസാനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. അപ്പോൾ നല്ല വെറൈറ്റിക്ക് ഓർഡർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഒരു സ്മോക്കി ചിക്കൻ, പിന്നെ അതുപോലെ കുറച്ച് ബിരിയാണി, നാൻ, ചിക്കൻ്റെ കുറച്ച് ഐറ്റം, ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അവരാദ്യമായിട്ടാണ് അന്ന് സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് പരീക്ഷിക്കാമെന്ന് കരുതിയത്. അങ്ങനെ പരീക്ഷണ വിജയാർത്ഥം നമ്മൾ ചിക്കൻ്റെ ഐറ്റംസൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ തട്ടിമുട്ടിയിരുന്നതിന് ശേഷം അവിടുത്തെ മെയിൻ അട്രാക്ഷനായ ഒരു വാട്ടർഫോൾസ് ഉണ്ട് താഴെ. അതൊരു എന്താ പറയുക, മനുഷ്യനിർമ്മിത വാട്ടർഫോൾസ്. പിന്നെ അവിടേക്കായിരുന്നു അടുത്ത ലക്ഷ്യം. പിന്നെ ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവരുടെ ഫുഡിൻ്റെ ഏത് ഡിഷായാലും പ്രസൻറ്റേഷനൊക്കെ നല്ല രസമായിരുന്നു. ഈവൻ ഈ ചിക്കൻ ഐറ്റം ആയാലും ഒരു കുഞ്ഞൊരു റെഡ് ഫ്ലാഗൊക്കെ കുത്തി എല്ലാം ഭയങ്കര പ്രസൻറ്റേഷനായിരുന്നു. അവിടുത്തെ ഒരു ഹൈലൈറ്റ് പോലെ എനിക്ക് തോന്നിയത് ആ ബിരിയാണി അവർ സെർവ് ചെയ്തത് ഒരു പൂരിയിൽ പൊതിഞ്ഞിട്ടാണ്. അതും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഭയങ്കര നല്ല രസമുള്ള പ്രസൻറ്റേഷനും നല്ല ടേസ്റ്റുള്ള ഫുഡും ആയിരുന്നു. പിന്നെ പ്രൈസ് ഭയങ്കര റീസണബിളായിട്ട് ഫീൽ ചെയ്തു. ഒന്നിനും നമ്മൾ വിചാരിക്കണ പോലെ കത്തിപ്പൈസയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ താഴെ വാട്ടർഫോൾസ് കാണാനായിട്ട് പോയത്. ഇതാണ് ഞാൻ പറഞ്ഞ ബിരിയാണി. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ പ്രസൻറ്റേഷൻ നല്ല വെറൈറ്റി ഉണ്ട്. എല്ലാത്തിലും ഒരു റെഡ് ഫ്ലാഗ് ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മൾ വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് വന്നു. ഇവിടെ കംപ്ലീറ്റ് മ്യൂസിക് ഉണ്ടാവും, എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ എനിക്കത് അധികം നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാത്തിനും കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളവിടെ നല്ല വാട്ടർഫോൾസിൻ്റെ ഒരു തണുത്ത കാറ്റൊക്കെ ഉണ്ട് അവിടെ. എന്തൊക്കെ പറഞ്ഞാലും വെള്ളമല്ലേ, നല്ല കാറ്റ്, നല്ല അന്തരീക്ഷം. കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ അകത്തുനിന്ന്. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് കുഞ്ഞ ജലബാഷ്പങ്ങളൊക്കെ തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് അതിന് ശേഷമാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ റെസ്റ്റോ ബാർ കണ്ടതിൻ്റെ സന്തോഷത്തിലും നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചതിൻ്റെ ഹാപ്പിനെസ്സിലും നമ്മളെല്ലാവരും അവിടെ നിന്ന് ബൈ പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ബാംഗ്ലൂർ ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്, ഹൈലി സജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ലോങ് ബോട്ട്. അപ്പോൾ ഇനി നമുക്ക് വേറെ വല്ല വീഡിയോയിലൊക്കെ പിന്നീട് എപ്പോഴേലും കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ബൈ.